ഹായ് ഓൾ, ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ സെറ്റ് കെമിസ്ട്രി 2025 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ നെക്സ്റ്റ് ചോദ്യം നോക്കാം. One among the following ketones in ethanol had lambda max 224 nanometer in its UV visible absorption spectrum. Which was it? അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മളോട് ഒരു ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വിച്ച് among the following ketones in ethanol had ലാംഡ മാക്സിൻ്റെ വാല്യൂ 224 നാനോമീറ്റർ വരുന്നത് തന്നിട്ടുള്ളതിൽ ഏത് ഫിഗറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് 224 നാനോമീറ്റർ ലാംഡ മാക്സിൻ്റെ വാല്യൂ വരുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്. എല്ലാവരുടെയും കേസ് ഇത് കീറ്റോൺസ് ആണ്, 4 പേരും കീറ്റോൺസ് ആണ്. പിന്നെ എല്ലാവരുടെയും ഡബിൾ ബോൺസിൻ്റെ പൊസിഷനിലാണ് വ്യത്യാസം. ഇവിടെ നോക്കിക്കേ, ഈ കീറ്റോ ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്ത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന പൊസിഷനിലുള്ള ഡബിൾ ബോണ്ട് ഇവിടെ താണ്ടി ഈ ഒരു പൊസിഷനിൽ ഡബിൾ ബോണ്ട് വന്നിട്ട് താണ്ടി ഇവിടെ 2 ആൽക്കൈൽ സബ്സ്റ്റിറ്റ്വൻസ് വന്നിട്ടുണ്ട്. ഇവിടെ 2 ആൽക്കൈൽ സബ്സ്റ്റിറ്റ്വൻസ് ഡബിൾ ബോണ്ട് വന്നിട്ടുള്ളത് ഇവിടെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, തൊട്ടടുത്തായിട്ട് ഒരു വെളിയിലോട്ട് നിൽക്കുന്ന ഒരു എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ആൽക്കൈൽ സബ്സ്റ്റിറ്റ്വൻറ്റ്. അങ്ങനെ സബ്സ്റ്റിറ്റ്വൻസിൻ്റെ പൊസിഷൻസിലാണ് കാര്യമായിട്ടുള്ള രീതിയിൽ വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏത് ഫിഗറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 224 നാനോമീറ്റർ ലാംഡ മാക്സിൻ്റെ വാല്യൂ കിട്ടും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ വുഡ്വാർഡ് ഫിഷർ റൂളിൻ്റെ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് സാധാരണ ഇതുവരെ ചോദ്യങ്ങൾ കൂടുതലും വുഡ്വാർഡ് ഫിഷർ റൂൾ റിലേറ്റഡ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഹോമോനുലാർ അല്ലെങ്കിൽ ഹെറ്ററോനുലാർ അല്ലെങ്കിൽ നോർമൽ ഡൈയിങ് സിസ്റ്റത്തിൻ്റെയൊക്കെ കേസാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂസാണ് നമ്മൾ കൂടുതലും പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഒരു കീറ്റോ സിസ്റ്റത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെയും നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ വാല്യൂസ് കറക്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വന്നാൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെ ഹോമോനുലാർ ഹെറ്ററോനുലാറേ ചോദിച്ചിട്ടുള്ളൂ. സോ അത് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള എക്സാംസിന് നോക്കുക, നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തിരുന്ന പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലും ചോദ്യങ്ങൾ ചോദിച്ചു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുള്ള പോർഷൻസിൽ നിന്നും ഇപ്പോൾ ഉള്ള പല എക്സാംസിനും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഇന്ന പോർഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം എന്ന് നമുക്ക് 100% അങ്ങ് ഒഴിവാക്കാനായിട്ടും പറ്റത്തില്ല. ആ ഒരു രീതിയിൽ നമുക്ക് പല പാറ്റേൺസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ചോദ്യങ്ങൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ നോക്കുക, അപ്പോൾ ഇത് ആൻസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബേസ് വാല്യൂസ് കുറച്ച് ഈ കോമ്പൗണ്ട്സ് വരുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഡ മാക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ നോക്കുക, ഞാനിപ്പം ഹോമോനുലാർ ഹെറ്ററോനുലാർ ഡൈൻസിൻ്റെ കേസൊന്നും പറയുന്നില്ല, കീറ്റോ സിസ്റ്റത്തിൻ്റെ കേസ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കുക, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ബേസ് വാല്യൂ 210 നാനോമീറ്റർ കൊടുക്കുക. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ് അല്ലെങ്കിൽ എസ്റ്റർ വരികയാണെന്നുണ്ടെങ്കിൽ 195 നാനോമീറ്റർ കൊടുക്കുക. ദെൻ അസൈക്ലിക് ആയിട്ടുള്ള ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺസ് വരികയാണെന്നുണ്ടെങ്കിൽ 215 നാനോമീറ്റർ. അത് നോക്കിക്കോണേ, അസൈക്ലിക് ആയിട്ടുള്ളതാണ്, സൈക്ലിക് അല്ല, അസൈക്ലിക് ആയിട്ട് വരുന്ന കീറ്റോ ഗ്രൂപ്പ് വരികയാണെന്നുണ്ടെങ്കിലാണ് 215 നാനോമീറ്റർ കൊടുക്കേണ്ടത്. ഇനി സൈക്ലിക് ആയിട്ടുള്ള ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺസ് അത് 6 മെമ്പേർഡ് ആവാം, 7 മെമ്പേർഡ് ആവാം. അതായത് ഈ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ 215 നാനോമീറ്റർ കൊടുക്കുക. അല്ല ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ 202 നാനോമീറ്റർ കൊടുക്കുക കേട്ടോ. 6 മെമ്പേർഡ് റിങ്ങിനകത്ത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കീറ്റോൺസ് വരികയാണെന്നുണ്ടെങ്കിൽ 215 നാനോമീറ്റർ കൊടുക്കുക. ആൻഡ് 5 മെമ്പേർഡ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5 മെമ്പേർഡ് റിങ്സിനകത്ത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺസ് വരികയാണെന്നുണ്ടെങ്കിൽ 202 നാനോമീറ്ററും വാല്യൂ കൊടുക്കുക കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഇൻക്രിമെൻറ്റ്സ് ആയിട്ട് അഡീഷണൽ അറ്റാച്ച്മെൻറ്റ്സ് വരുന്നതിനനുസരിച്ചിട്ട് എന്തൊക്കെ വാല്യൂസ് കൊടുക്കണം എന്നുള്ളതാണ്. ഇനി ഓരോ അഡീഷണൽ കോൺജുഗേറ്റഡ് ഡബിൾ ബോൺസ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടുത്തെ കേസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ അഡീഷണൽ കോൺജുഗേറ്റഡ് ആയിട്ട് ഡബിൾ ബോൺസ് വരികയാണെന്നുണ്ടെങ്കിൽ +5 വെച്ച് ഓരോരുത്തും കൂട്ടി പോകണം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഡബിൾ ബോണ്ട് വരുന്നുണ്ട് അല്ലേ.
അപ്പോൾ അങ്ങനെ വരുന്ന ഓരോ ഡബിൾ ബോണ്ടിനും +5 വെച്ചിട്ട് കൂട്ടി പോവുക. അതുപോലെ തന്നെ ഹോമോ അനുലാർ ഡൈൻസ് വരുന്നത് നമ്മുടെ കീറ്റോ സിസ്റ്റത്തിനകത്ത് തന്നെ ഹോമോ അനുലാർ ഡൈൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹോമോ അനുലാർ ഡൈനെയും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഹോമോ അനുലാർ ഡൈൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എത്ര കൊടുക്കണം? 39 കൊടുക്കണം. അപ്പോൾ അഡീഷണൽ ഹോമോ അനുലാർ ഡൈൻ ഒരു കീറ്റോ സിസ്റ്റത്തിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ +39 ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യുവൻസ് ആണ്. സബ്സ്റ്റിറ്റ്യുവൻസ് ആയിട്ട് ആൽക്കേൽ സബ്സ്റ്റിറ്റ്യുവൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ആൽഫ പൊസിഷനിൽ വരികയാണെങ്കിൽ 10, ബീറ്റ പൊസിഷനിൽ വരികയാണെങ്കിൽ 12, ഗാമ പൊസിഷനിൽ വരികയാണെങ്കിൽ 18, ഡെൽറ്റ പൊസിഷനിൽ വരികയാണെങ്കിൽ 18 കേട്ടോ. ആൽക്കേൽ സബ്സ്റ്റിറ്റ്യുവൻസ് ആൽഫ പൊസിഷനിൽ 10, ബീറ്റ പൊസിഷനിൽ 12, ഗാമ ഓർ ഡെൽറ്റ പൊസിഷനിലാണ് വരുന്നതെങ്കിൽ 18 കൊടുക്കുക. ഓക്കെ, ദെൻ OH സബ്സ്റ്റിറ്റ്യുവൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആൽഫയിൽ 35, ബീറ്റയിലാണ് വരുന്നതെങ്കിൽ 30, ഗാമ ഓർ ഡെൽറ്റ പൊസിഷൻസിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 50 നാനോമീറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തത് OAC സബ്സ്റ്റിറ്റ്യുവൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ആൽഫ, ബീറ്റ ഓർ ഗാമ ഓർ ഡെൽറ്റ ഏത് പൊസിഷനിൽ വന്നാലും 6 നാനോമീറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി OMe ഗ്രൂപ്പുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ആൽഫ പൊസിഷനിലാണ് OMe വരുന്നതെങ്കിൽ നമ്മൾ 35 നാനോമീറ്റർ ആഡ് ചെയ്ത് കൊടുക്കണം. ബീറ്റ പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 30 നാനോമീറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക OMe വരുന്നത്. ഗാമ ഓർ ഡെൽറ്റ പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ഗാമയിൽ 17, ഡെൽറ്റയിൽ 31 നാനോമീറ്ററും ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ക്ലോറിൻ, ബ്രോമിൻ, SR, NR2 അതിൽ ക്ലോറിൻ ഒന്ന് നോക്കി വെച്ചിരിക്കുക. ബാക്കിയൊന്നും അധികം അങ്ങനെ ചോദിച്ചു കാണാറില്ല. ക്ലോറിൻ്റെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. ക്ലോറിൻ്റെ കേസിൽ 15 നാനോമീറ്റർ ആൽഫയിൽ, ബീറ്റ, ഗാമ, ഡെൽറ്റ 3 പൊസിഷൻസ് വരുവാണെങ്കിലും 12 നാനോമീറ്റർ വെച്ചിട്ട് കൊടുക്കുക കേട്ടോ. ആൽക്കൽ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോറിൻ, CLൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി നോക്കി വെച്ചിരിക്കുക. OH, OMe, ONA, OAC ഒക്കെ ചോദിക്കാം. നമുക്ക് ഇന്നത് നോക്കണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. ഏത് വേണേലും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എക്സാമിന് കേട്ടോ. അതുകൊണ്ട് പറ്റുന്നത് മാക്സിമം ബൈ ഹേർട്ട് ചെയ്ത് വെച്ചേക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം ആൽക്കൽ സബ്സ്റ്റിറ്റ്യുവൻസിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക. ആൽഫ പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ 10, ബീറ്റ ആണെന്നുണ്ടെങ്കിൽ 12, ഗാമ ഓർ ഡെൽറ്റ ആണെന്നുണ്ടെങ്കിൽ 18 നാനോമീറ്ററും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ വാല്യൂസ് ഇത്രയും ഒന്ന് നോക്കി വെച്ചേക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ആൻസറിലോട്ട് പോകാം. നോക്കിക്കേ, ഇവിടെ നമുക്ക് ഓരോ കോമ്പൗണ്ട് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏത് കോമ്പൗണ്ടിനാണ് 224 നാനോമീറ്റർ കിട്ടുന്നത് എന്നാണല്ലോ ചോദ്യം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ വന്നിട്ടുള്ളത് 5 മെമ്പേർഡ് ആയിട്ടുള്ള കീറ്റോൺ ആണ് അല്ലേ. കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്, അത് 5 മെമ്പേർഡ് റിങ്ങിനകത്താണ്. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു 5 മെമ്പേർഡ് കീറ്റോൺ വരികയാണെന്നുണ്ടെങ്കിൽ എത്ര വാല്യൂ കൊടുക്കേണ്ടത്? 202. 6 മെമ്പേർഡ് ആയിരുന്നെങ്കിൽ നമുക്ക് 215 കൊടുക്കാമായിരുന്നു. ആൻഡ് 5 മെമ്പേർഡ് ആണെന്നുണ്ടെങ്കിൽ 202. ഇവിടെ 5 മെമ്പേർഡ് ആയിട്ടുള്ള ഒരു റിംഗ് ആണല്ലോ തന്നിട്ടുള്ളത്. സോ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്ര കൊടുക്കാം? ലാംഡ മാക്സിൻ്റെ 202 നാനോമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് കോമ്പൗണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 5 മെമ്പേർഡ് റിംഗ് ആണ്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കീറ്റോ ഗ്രൂപ്പിൻ്റെ 202 നാനോമീറ്റർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ആൽഫ പൊസിഷനാണിത്, ബീറ്റ പൊസിഷനാണിത്, ഗാമ പൊസിഷനായിട്ട് ഇതെടുക്കാം, ഡെൽറ്റ പൊസിഷനായിട്ട് ഇത് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഈ ആൽഫ പൊസിഷനിലും ഒരു ആൽക്കേൽ സബ്സ്റ്റിറ്റ്യുവൻറ്റ് വന്നിട്ടുണ്ട്, ബീറ്റ പൊസിഷനിലും ഒരു ആൽക്കേൽ സബ്സ്റ്റിറ്റ്യുവൻറ്റ് വന്നിട്ടുണ്ട്. നമുക്കറിയാം ആൽഫ പൊസിഷനിൽ ആൽക്കേൽ സബ്സ്റ്റിറ്റ്യുവൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര കൊടുക്കണം? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആണ്. ആൽഫ ബീറ്റ പൊസിഷനിൽ അൺസാച്ചുറേഷൻ വന്നിട്ടുള്ള 5 മെമ്പേർഡ് ആയിട്ടുള്ള കീറ്റോൺ ആണ്. സോ അതിനാണ് 202 നാനോമീറ്റർ കൊടുത്തത്. ദെൻ ആൽഫ പൊസിഷനിൽ നമുക്ക് ഒരു ആൽക്കേൽ സബ്സ്റ്റിറ്റ്യുവൻറ്റ് വന്നിട്ടുണ്ട്. സോ 10 കൊടുത്തു. ആൻഡ് ബീറ്റ പൊസിഷനിൽ ഒരു ആൽക്കേൽ സബ്സ്റ്റിറ്റ്യുവൻറ്റ് താണ്ട വന്നിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 12 കൊടുത്തു. ഓക്കെ, അപ്പോൾ ടോട്ടൽ വാല്യൂസ് എന്തൊക്കെ വന്നു? 202 വന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് ടു 5 മെമ്പേർഡ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോ ഗ്രൂപ്പ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 202 നാനോമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ അതിന് ശേഷം ആൽഫ പൊസിഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആൽക്കൽ സബ്സ്റ്റിറ്റ്യുവൻറ്റ് വന്നു. സോ നമ്മൾ എന്ത് കൊടുത്തു? 10 കൊടുത്തു. ദെൻ ബീറ്റയുടെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വന്നിട്ടുണ്ട്? ഒരു ആൽക്കൽ സബ്സ്റ്റിറ്റ്യുവൻറ്റ് വന്നിട്ടുണ്ട്. സോ നമ്മൾ 12 കൊടുത്തു. ഇനി ഈ വാല്യൂസ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. 2, 2, 4, 1, 1, 2, 224 നാനോമീറ്റർ എന്ന് കിട്ടി. അത് തന്നെയല്ലായിരുന്നു നമ്മുടെ ലാംഡ മാക്സ് ചോദിച്ചിരുന്നത്. സോ ഫസ്റ്റ് കോമ്പൗണ്ടിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ലാംഡ മാക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? ലാംഡ മാക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 224 നാനോമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, സോ അതാണ് കറക്റ്റ് ആൻസർ. ഇനിയിപ്പം ബാക്കി ഓരോന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ വാല്യൂ അല്ല വരുന്നത്. ഇവിടെ ഇപ്പോൾ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആണോ ഇത്? അല്ല, ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ, ബീറ്റ ഗാമ പൊസിഷനിലാണ് അൺസാച്ചുറേഷൻ വന്നിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആൽഫ ബീറ്റ പൊസിഷനിലാണ്
അൺസാച്ചുറേഷൻ വന്നിട്ടുള്ളത്. പക്ഷേ ഗാമ ഡെൽറ്റ പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂവൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ 18 ആയിരിക്കും വാല്യൂസ് വരുന്നത്. അപ്പം വാല്യൂ മാറിപ്പോയേ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതേ ഉള്ളൂ, ഓപ്ഷൻസിൽ ഇട്ട് നോക്കുക, വാല്യൂസ് ഇട്ട് നോക്കുക, തന്നിട്ടുള്ള ചോദ്യത്തിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എവിടെ കിട്ടുന്നോ അതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കോമ്പൗണ്ടിലാണ് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് 224 നാനോമീറ്റർ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇവിടെ ഈ വാല്യൂസ് നിങ്ങൾ ഈ കൊടുത്തിട്ടുള്ളതെല്ലാം അത്യാവശ്യം ഒന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 224 നാനോമീറ്റർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഫൈൻഡ് ദി റിയേജന്റ് യൂസ്ഡ് ഫോർ ദി ഫോളോയിങ് കൺവേർഷൻ. അപ്പോൾ ഇവിടെ ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് റിയേജന്റിൻ്റെ സ്ഥാനത്ത് ബെൻസീൻ അറ്റ് 80 ഡിഗ്രി സെൽഷ്യസിന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റിയാക്ഷൻ നടന്ന ശേഷം നിങ്ങൾക്ക് ആകെ കാണാൻ കഴിയുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അൺസാച്ചുറേഷൻ വന്നിട്ടുണ്ട് അല്ലേ. ആ 6 മെമ്പേർഡ് റിങ്ങിനകത്ത് ഒരു അൺസാച്ചുറേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏത് റിയേജന്റിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ഈ ഒരു റിയാക്ഷൻ നടക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു കൺവേർഷൻ നടക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റിയേജന്റ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിക്കേ, ദ റിയേജന്റ് യൂസ്ഡ് ഫോർ ദി കൺവേർഷൻ ഈസ് 2,3-dichloro 2,3-dichloro 5,6-dicyanO 1,4-benzoquinone അല്ലെങ്കിൽ DDQ. This reagent is commonly used for the dehydrogenation of cyclic ethers and related compounds. അപ്പം ഡീഹൈഡ്രോജനേഷൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ H2ൻ്റെ എലിമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ DDQ എന്ന് പറയുന്ന റിയേജൻറ്റിനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആരുടെ കേസിലെയാണ് നോക്കിക്കേ, ഒന്നെങ്കിൽ സൈക്ലിക് ഈതേഴ്സ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട്സിനകത്ത് ഹൈഡ്രജനെ റിമൂവ് ചെയ്ത്, ഇവിടെ H2നെ റിമൂവ് ചെയ്തുകൊണ്ടാണല്ലോ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ക്രിയേറ്റ് വന്നത്. ഡീഹൈഡ്രോജനേഷൻ ആണ് ഇവിടെ നടന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈതർ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഈതർ റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിൽ ഡീഹൈഡ്രോജനേഷൻ നടത്തിയിട്ട് അവിടെ ഒരു ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിയേജൻ്റ് ആണ് DDQ. DDQ എന്ന് പറഞ്ഞാൽ എന്താണ്? 2,3-dichloro. സെക്കൻഡ് തേർഡ് പൊസിഷനിൽ ആരാ? ഡൈക്ലോറോ. ദെൻ 5-6 പൊസിഷനിൽ ഡൈസയാനോ. 5-6 പൊസിഷനിൽ ഡൈസയാനോ ആൻഡ് 1,4-benzoquinone. 1,4-benzoquinone. 1-4 പൊസിഷനിൽ ബെൻസോക്വിനോൺ. ഓക്കെ, അപ്പോൾ ഇതാണ് DDQ. ഈ ഓപ്ഷൻ ബിയിൽ കൊടുത്തിട്ടുള്ള ആളാണ് DDQ. DDQൻ്റെ ഫുൾ ഫോം ഇതാണ്. 2,3-dichloro 5,6-dicyanO 1,4-benzoquinone. അതാണ് DDQ. ഈ DDQൻ്റെ ജോലിയാണ് എന്ത്? ഈതർ അല്ലെങ്കിൽ ഈതർ റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിൽ ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻസ് നടത്തി ഒരു ഡബിൾ ബോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതാണ് DDQൻ്റെ. അപ്പോൾ ഇവിടെ സെയിം സാധനങ്ങൾ തന്നെയാണ്, സെയിം ചേഞ്ച് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. സോ നമ്മളിവിടെ ആരെയായിരിക്കണം ഈ റിയാക്ഷനിൽ യൂസ് ചെയ്തിട്ടുണ്ടാവുക? DDQനെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ദ മെക്കാനിസം ഫോർ ദ റിയാക്ഷൻ ഇൻവോൾവ്സ് ദ ഫോളോയിങ് സ്റ്റെപ്പ്. ഈ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? DDQ ആക്ട് ആസ് ദി ഹൈഡ്രജൻ ആക്സെപ്റ്റർ അബ്സ്ട്രാക്ടിങ് എ പ്രോട്ടോൺ ഫ്രം ദി സബ്സ്ട്രേറ്റ്. DDQയുടെ ജോലി എന്താ? പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യുന്നവരാണ്. അവരെന്ത് ചെയ്യുന്നു? ഇവിടുന്ന് പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യുന്നു. എ ഹൈഡ്രേറ്റ് അയോൺ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി സബ്സ്ട്രേറ്റ് ടു DDQ. അപ്പോൾ സബ്സ്ട്രേറ്റിൽ നിന്ന് ഹൈഡ്രേറ്റ് അയോൺ DDQയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദ റിസൾട്ടിംഗ് ഇന്റർമീഡിയറ്റ് അണ്ടർഗോ ഫർദർ പ്രോട്ടോൺ അബ്സ്ട്രാക്ഷൻ ടു ഫോം അരോമാറ്റിക് കോമ്പൗണ്ട് റീജനറേറ്റിംഗ് DDQ ഇൻ ഇറ്റ്സ് റെഡ്യൂസ്ഡ് ഫോം. അപ്പോൾ റിയാക്ഷൻ നടന്നിട്ട് DDQനെ നമുക്ക് അതിൻ്റെ തന്നെ റെഡ്യൂസ്ഡ് ഫോമിൽ റീജനറേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഈ മെക്കാനിസം കാര്യങ്ങളൊന്നും ഓർത്തിരിക്കേണ്ട, ജസ്റ്റ് ഇത്രയൊന്നും അറിഞ്ഞിരിക്കുക. DDQ എന്ന് പറയുന്ന റിയേജൻ്റ് ആണ് ഈതർ അല്ലെങ്കിൽ ഈതർ റിലേറ്റഡ് കോമ്പൗണ്ട്സിനകത്ത് ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻസ് നടത്തിയിട്ട് അവിടെ ഒരു ഡബിൾ ബോണ്ട് ഇൻഡ്യൂസ് ചെയ്യിക്കുന്നത്. സോ ആ ഒരു സെയിം കേസാണ്, കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ DDQ അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റിയേജൻറ്റ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഐഡൻറ്റിഫൈ ദി സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് ട്രൂ ഫോർ BR2. BR2 മോളിക്യൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. IR ആക്റ്റീവ്, മൈക്രോവേവ് ഇനാക്റ്റീവ്, മൈക്രോവേവ് ആക്റ്റീവ്, IR ഇനാക്റ്റീവ്, നെയ്തർ IR നോർ മൈക്രോവേവ് ആക്റ്റീവ്, ബോത്ത് IR ആൻഡ് മൈക്രോവേവ് ആക്റ്റീവ്. ഇതായിരുന്നു ചോദ്യം. ഓക്കെ, അപ്പം ഇതിൽ ബ്രോമിൻ BR2 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം നോക്കുക, മൈക്രോവേവ് ആക്റ്റീവ് മോളിക്യൂൾസിൻ്റെയും അതുപോലെ തന്നെ IR ആക്റ്റീവ് മോളിക്യൂൾസിൻ്റെയും കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ മോളിക്യൂൾസ് വരുമ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്, ഇനാക്റ്റീവ് ആകുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, മൈക്രോവേവ് ആക്റ്റീവ് മോളിക്യൂൾസ് ഇൻക്ലൂഡ്, മൈക്രോവേവ് ആക്റ്റീവ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കിക്കേ.
മൈക്രോവേവ് ആക്റ്റീവ് അല്ലെങ്കിൽ റൊട്ടേഷൻ ആക്റ്റീവ് മോളിക്യൂൾസ് അല്ലെങ്കിൽ മൈക്രോവേവ് ആക്റ്റീവ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് യൂഷ്വലി ഹെറ്ററോന്യൂക്ലിയർ ഡയാറ്റോമിക് മോളിക്യൂൾസ് ആണ്. ഡയാറ്റോമിക് മോളിക്യൂൾസിൽ തന്നെ വ്യത്യസ്ത ആറ്റങ്ങൾ ചേർന്നുണ്ടായിട്ടുള്ള ഹെറ്ററോന്യൂക്ലിയർ ഡയാറ്റോമിക് മോളിക്യൂൾസ് HCl, CO, NO പോലെയുള്ള ഹെറ്ററോന്യൂക്ലിയർ ഡയാറ്റോമിക് മോളിക്യൂൾസ് ആണ് യൂഷ്വലി ആരായിട്ട് വരിക? മൈക്രോവേവ് ആക്റ്റീവ് മോളിക്യൂൾസ് ആയിട്ട് വരിക. എന്നാൽ അതേസമയം ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് ഇപ്പോൾ Br2, O2, N2 പോലെയുള്ളവരെല്ലാവരും പൊതുവെ മൈക്രോവേവ് ഇനാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, മൈക്രോവേവ് ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഹെറ്ററോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് ആണ് പൊതുവെ റൊട്ടേഷണൽ ആക്റ്റീവ് അല്ലെങ്കിൽ മൈക്രോവേവ് ആക്റ്റീവ് മോളിക്യൂൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ അപ്പോൾ ബിക്കോസ് അവർക്കൊരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ട് അല്ലേ. HCl എടുത്താൽ, CO എടുത്താൽ, NO എടുത്താൽ, സോ അവരെല്ലാം യൂഷ്വലി മൈക്രോവേവ് ആക്റ്റീവ് ആണ്. പക്ഷേ Br2, O2, N2 ഒക്കെ എടുത്തു കഴിഞ്ഞാലോ അവർക്കൊരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടോ? ഇല്ല. സോ അവരുടെ കേസിൽ എല്ലാവരും മൈക്രോവേവ് ഇനാക്റ്റീവ് ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ഹോമോ ഡയറ്റോമിക് മോളിക്യൂൾസ് ആർ ഓൾവേസ് IR ഇനാക്റ്റീവ് ബിക്കോസ് ദേ ഹാവ് എ സീറോ ഡൈപോൾ മൊമെന്റ്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഹോമോ ഡയറ്റോമിക് മോളിക്യൂൾസ് ഇപ്പോൾ പറഞ്ഞ പോലെ Br2, Cl2, N2, O2 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഡൈപോൾ മൊമെന്റ് വാല്യൂ ഉണ്ടോ? ഇല്ല, സീറോ ഡൈപോൾ മൊമെന്റ് വാല്യൂ ആണുള്ളത് അല്ലേ. അങ്ങനെ സീറോ ഡൈപോൾ മൊമെന്റ് വാല്യൂ ഉള്ളവരെല്ലാം എന്തുവാണ്? IR ഇനാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അല്ലെ വൈബ്രേഷണലി ഇനാക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ IR ഇനാക്റ്റീവ് ആയിരിക്കും. ഹെറ്ററോ ഡയറ്റോമിക് മോളിക്യൂൾസ് മാത്രമേ എന്താവുന്നുള്ളൂ? IR ആക്റ്റീവ് ആകുന്നുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് പറയാം ഇവിടെ നമ്മളോട് Br2 മോളിക്യൂളിൻ്റെ കേസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ Br2 മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഹോമോ ഡയാറ്റോമിക് മോളിക്യൂൾസ് ആണ്. ഒരേപോലെയുള്ള രണ്ട് ആറ്റംസ് ചേർന്ന് ഫോം ചെയ്തിട്ടുള്ള ഒരു ഡയറ്റോമിക് മോളിക്യൂളാണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റോ അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റോ ഉണ്ടോ? ഇല്ല, സീറോ ഡൈപോൾ മൊമെൻറ്റ് മാത്രമേ ഉള്ളൂ. സോ അവരുടെ കേസിൽ നമുക്ക് പറയാം ഇയാൾ IR ഇനാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ റൊട്ടേഷണൽ അല്ലെ മൈക്രോവേവ് ഇനാക്റ്റീവുമാണ് അല്ലെങ്കിൽ റൊട്ടേഷണലി ഇനാക്റ്റീവ് ആണ്, വൈബ്രേഷണലി ഇനാക്റ്റീവ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? നെയ്തർ IR നോർ മൈക്രോവേവ് ആക്റ്റീവ്. മൈക്രോവേവ് ഇനാക്റ്റീവുമാണ്, IR ഇനാക്റ്റീവുമാണ് കേട്ടോ. അതായത് നെയ്തർ IR നോർ മൈക്രോവേവ് ആക്റ്റീവ്. ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണേ. അപ്പം ഒരു മോളിക്യൂള് IR ആക്റ്റീവ്, ഏത് തരത്തിലുള്ള മോളിക്യൂൾസ് ആണ് IR ആക്റ്റീവ് ആവുന്നത്, ഏത് തരത്തിലുള്ള മോളിക്യൂൾസ് ആണ് മൈക്രോവേവ് ആക്റ്റീവ് ആകുന്നത്, റൊട്ടേഷണലി ആക്റ്റീവ് ആവുന്നത് അല്ലെങ്കിൽ വൈബ്രേഷണലി ആക്റ്റീവ് ആകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചു കേട്ടോ. സോ ഓപ്ഷൻ C ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, the transmittance of 10⁻³ molar aqueous solution of KMnO4 at 525 nanometer is 0.01 in a 1 centimeter cell. What is the molar absorption coefficient of KMnO4? അപ്പോൾ ഇവിടെ നമ്മുടെ ബിയർ ലാംബർട്ട് ലോയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ. അബ്സോർപ്ഷൻ, ട്രാൻസ്മിറ്റൻസ് അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് മോളാർ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനായിട്ടാണ് ചോദ്യം. ഓക്കെ, തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ട്രാൻസ്മിറ്റൻസ് തന്നിട്ടുണ്ട്, 0.01 ആണെന്ന് തന്നിട്ടുണ്ട്. അവരുടെ പാത്ത് ലെങ്ത് 1 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ അവരുടെ കോൺസെൻട്രേഷൻ 10⁻³ ആണെന്ന് തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് 525 നാനോമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് മോളാർ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് KMnO4 ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം നോക്കിക്കേ, ബിയർ ലാംബർട്ട് ലോ എന്താണ് പറയുന്നത്? ബിയർ ലാംബർട്ട് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the quantity of light absorbed by a substance dissolved in a non-absorbing solvent is directly proportional to the concentration of substance and path length of the light. Okay, അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ക്വാണ്ടിറ്റി ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പാത്ത് ലെങ്ത് ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദി സബ്സ്റ്റൻസ്. ഓക്കെ, നോക്കിക്കേ. അപ്പം the quantity of light absorbed by a substance, ഒരു സബ്സ്റ്റൻസ് എന്തുമാത്രം ക്വാണ്ടിറ്റി ഓഫ് ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്തിനൊക്കെ ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്? അതിൻ്റെ പാത്ത് ലെങ്ത് ഓഫ് ലൈറ്റിനും ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. അതുപോലെ തന്നെ ആ കോൺസെൻട്രേഷൻ ഓഫ് ദി സബ്സ്റ്റൻസിനും ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. ഇതാണ് നമ്മുടെ ബിയർ ലാംബർട്ട് ലോ പറയുന്നത്. ബിയേഴ്സ് ലോയും ലാംബർട്ട്സ് ലോയും കമ്പൈൻ ചെയ്തിട്ട് പാത്ത് ലെങ്തിനെയും കോൺസെൻട്രേഷനെയും കൂടെ കാര്യം കമ്പൈൻ ചെയ്തിട്ട് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ബിയർ ലാംബർട്ട് ലോ. ഓക്കെ, അപ്പം അബ്സോർപ്ഷൻ of a substance അല്ലെ absorption of a light by a substance is directly proportional to its path length and
കോൺസെൻട്രേഷൻ. ഇതാണ് നമ്മുടെ ബിയർ ലാംബർട്ട് ലോ. ഇനി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ എന്ത് കൊടുത്തത്? മോളാർ അബ്സോർപ്റ്റിവിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞ ഒരു ടേം നമ്മളവിടെ കൊടുത്തത്. മോളാർ അബ്സോർപ്റ്റിവിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ടേം നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി കൊടുക്കാനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം എങ്ങനെ വന്നു നമ്മുടെ ഇക്വേഷൻ? എന്ത് ചെയ്യും? മോളാർ അബ്സോർപ്റ്റിവിറ്റി കോഎഫിഷ്യന്റ് എപ്സിലോൺ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ഇക്വേഷൻ എന്തായി? അബ്സോർപ്ഷൻ പ്രൊപ്പോർഷണൽ ടു സി ഇൻറ്റു എൽ എന്നുള്ളത് അബ്സോർപ്ഷൻ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു സി ഇൻറ്റു എൽ. ഇവിടെ സി കോൺസെൻട്രേഷൻ, എൽ പാത്ത് ലെങ്ത്, എപ്സിലോൺ എന്ന് പറയുന്നത് മോളാർ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്. ഈ മോളാർ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ മോളാർ എക്സ്റ്റിങ്ഷൻ കോഎഫിഷ്യന്റ് എപ്സിലോൺ ആണ് കണ്ടുപിടിക്കാൻ നമ്മളോട് ഈ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഈ അബ്സോർപ്ഷൻ്റെ കേസിൽ അല്ലെ ബിയർ ലാംബർട്ട് ലോ യൂസ് ചെയ്തിട്ട് നമ്മൾ അബ്സോർപ്ഷൻ്റെ ടേംസിൽ പറയുന്ന ഇക്വേഷനാണ് ഈ പറഞ്ഞത്. പക്ഷെ നമുക്കിവിടെ അബ്സോർപ്ഷൻ അല്ല ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്, ട്രാൻസ്മിഷൻ ആണ് അല്ലേ. നോക്കിക്കേ, ട്രാൻസ്മിറ്റൻസ് അല്ലേ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ചോദ്യത്തിൽ. ഓക്കെ, ട്രാൻസ്മിറ്റൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അബ്സോർബൻസും ട്രാൻസ്മിറ്റൻസും തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട്. സോ ഈ രണ്ട് കാര്യങ്ങളെയും കൂടെ കണക്ട് ചെയ്യുന്ന കുറച്ച് ഇക്വേഷൻസും കൂടെ നമുക്കൊന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ നോക്കിക്കേ, ബിയർ ലാംബർട്ട് ലോ നിങ്ങൾക്കറിയാം, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അബ്സോർബൻസിൻ്റെ ഇക്വേഷൻ പറയും A ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു സി ഇൻറ്റു എൽ. ഇവിടെ ഒരു ഡൗട്ട് ഇല്ലല്ലോ. ഇനി നോക്കാം, the experimental measurements are usually made in terms of transmittance, which is defined as the ratio of intensity of radiation transmitted to the intensity of incident radiation. ഇനി നമ്മുടെ എക്സ്പെരിമെൻ്റൽ ഡേറ്റയിൽ നിന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന മറ്റൊരു കൺസെപ്റ്റാണ് ട്രാൻസ്മിറ്റൻസ്. ട്രാൻസ്മിറ്റൻസ് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ റേഷ്യോ ആണ്? നോക്കിക്കേ, I/I0. ഇതിൽ I എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ട്രാൻസ്മിറ്റഡും I0 എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷനുമാണ്. അപ്പം ഇൻറ്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് റേഡിയേഷൻ ബൈ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ, ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ട്രാൻസ്മിറ്റൻസ് എന്ന് വിളിക്കുക. ഓക്കെ, ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ബൈ ഇൻറ്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് റേഡിയേഷൻ ബൈ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ I/I0, ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ ട്രാൻസ്മിറ്റൻസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? I/I0 ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, ട്രാൻസ്മിറ്റൻസ് I/I0 ആണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ് കണ്ടുപിടിക്കാൻ I/I0 ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, ദ ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർപ്ഷൻ ഈസ് മോർ കൺവീനിയൻ്റ്ലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അബ്സോർബൻസ് വിച്ച് ഈസ് ദി ലോഗരിതം ഓഫ് ദി റെസിപ്രോക്കൽ ഓഫ് ട്രാൻസ്മിറ്റൻസ്. ഇനി അബ്സോർബൻസും ട്രാൻസ്മിറ്റൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടെ ഓർമ്മിരിക്കുക. നോക്കുക, അബ്സോർബൻസ് എന്ന് പറയുന്നത് ലോഗ് 1 ട്രാൻസ്മിറ്റൻസ് ആണ്. ഓക്കെ, ലോഗ് 1 ട്രാൻസ്മിറ്റൻസ് ആണ് അബ്സോർബൻസ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അബ്സോർബൻസും ട്രാൻസ്മിറ്റൻസും തമ്മിലുള്ള റിലേഷൻ അബ്സോർബൻസ് ഈക്വൽ ടു ലോഗ് 1 ട്രാൻസ്മിറ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ലോഗ് 1 ട്രാൻസ്മിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? I/I0 അല്ലായിരുന്നു. സോ ലോഗ് I0/I എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അബ്സോർബൻസ് ഈക്വൽ ടു ലോഗ് 1/T എന്ന് എഴുതാം, അല്ലെങ്കിൽ ലോഗ് I0/I എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, അബ്സോർബൻസ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു സി ഇൻറ്റു എൽ, ട്രാൻസ്മിറ്റൻസ് ഈക്വൽ ടു I/I0, ദെൻ അബ്സോർബൻസ് ഈക്വൽ ടു ലോഗ് 1/T, അബ്സോർബൻസ് ഈസ് ഈക്വൽ ടു ലോഗ് I0/I. ഇത്രയും ഇക്വേഷൻസ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു കൺസെപ്ച്വലി ബിയർ ലാംബർട്ട് ലോ റിലേറ്റഡ് ആയിട്ട് പല ചോദ്യങ്ങളും പല എക്സാംസിനും ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം പഠിച്ചു വെച്ചേക്കുക. നമുക്ക് ഒരു പ്രാവശ്യം ചോദിക്കുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കത്തില്ല അടുത്ത പ്രാവശ്യം വേറൊരു കാര്യം, ഈ സെയിം കൺസെപ്റ്റിൽ തന്നെ മറ്റൊരു കാര്യമായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ ഇക്വേഷൻസും നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ബാക്കി ഇക്വേഷൻസ് കൂടെ പറഞ്ഞു പോകുന്നത് കേട്ടോ. അതിൻ്റെ ആൻസർ മാത്രം പറയാണ്ട് ബാക്കി എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് അബ്സോർബൻസിൻ്റെ ഇക്വേഷൻ നമുക്കപ്പോൾ എഴുതാം. ലോഗ് I0/I ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു സി എൽ എന്ന് എഴുതി കൂടെ. അബ്സോർബൻസിൻ്റെ വാല്യൂ ലോഗ് 1/T ആണ്. അപ്പോൾ ലോഗ് I0/I എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? എപ്സിലോൺ ഇൻറ്റു സി ഇൻറ്റു എൽ എന്ന് എഴുതാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം ലോഗ് 1/T ഈക്വൽ ടു എപ്സിലോൺ, അബ്സോർബൻസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു സി ഇൻറ്റു എൽ. അബ്സോർബൻസ് എന്ന് പറഞ്ഞാൽ ലോഗ് 1/T അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ലോഗ് 1/T ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു സി ഇൻറ്റു എൽ എന്ന് എഴുതാമല്ലോ. കുഴപ്പമൊന്നുമില്ലേ? ഇനി ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ട്രാൻസ്മിറ്റൻസിൻ്റെ വാല്യൂ 0.01 എന്ന് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? ലോഗ് 1/10⁻² ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു സി ഇൻറ്റു എൽ എന്ന് എഴുതാമല്ലോ എനിക്ക്. ഇനി 1/10⁻²നെ എനിക്ക് എങ്ങനെ എഴുതാം?
10 സ്ക്വയർ എന്ന് എഴുതാമല്ലോ എനിക്ക്. അപ്പോൾ ലോഗ് 10 സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വന്നു? എപ്സിലോൺ ഇൻറ്റു സി ഇൻറ്റു എൽ എന്ന് വന്നു. ഓക്കെ, ഇനി ലോഗ് 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു ലോഗ് 10 വിച്ച് ഈസ് ഈക്വൽ ടു 2 അല്ലേ. അപ്പോൾ 2 ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു സി ഇൻറ്റു എൽ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താണ്? മോളാർ എക്സ്റ്റിങ്ഷൻ കോഎഫിഷ്യൻറ്റ് എപ്സിലോൺ ആണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? എപ്സിലോൺ ഈക്വൽ ടു 2/c ഇൻറ്റു എൽ എന്ന് വരും അല്ലേ. സിയുടെ വാല്യൂ ചോദ്യത്തിൽ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 10 റേസ് ടു എത്ര? 1 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതായത് 10⁻². അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ 10⁻³ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയല്ലേ? നോക്കിക്കേ, കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ 10⁻³ പാത്ത് ലെങ്ത് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിനെ മീറ്ററിലോട്ട് മാറ്റിയപ്പോൾ 10⁻² എന്ന് കിട്ടി. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി നമുക്ക്? 2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഇൻറ്റു പാത്ത് ലെങ്ത് എന്നായിരുന്നു. സോ 2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ 10⁻³ ആണ്. പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ എന്നാണ്. മീറ്ററിലോട്ട് മാറ്റി. സോ 10⁻² എന്ന് കിട്ടി. ഓക്കെ, സോ 2 ഡിവൈഡഡ് ബൈ 10⁻⁻5 ഓർ 2 ഇൻറ്റു 10⁻5 എന്ന് കിട്ടി. ഓക്കെ ആണേ. അപ്പം നമ്മുടെ ആൻസർ എന്താ വരുന്നത്? 2 ഇൻറ്റു 10⁻5 ലിറ്റർ പെർ മോൾ പെർ മീറ്റർ എന്ന് കിട്ടി കേട്ടോ. സോ ഇതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ടും ബിയർ ലാംബർട്ട് ലോ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ടല്ലോ. അബ്സോർബൻസ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു സി ഇൻറ്റു എൽ, ദെൻ ട്രാൻസ്മിറ്റൻസ് ഈസ് ഈക്വൽ ടു I/I0, ദെൻ അബ്സോർബൻസും ട്രാൻസ്മിറ്റൻസും തമ്മിലുള്ള റിലേഷൻ I ഈക്വൽ ടു ലോഗ് 1/T, ദെൻ ലോഗ് 1/T ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു സി ഇൻറ്റു എൽ. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളൊരു 4-5 ഇക്വേഷൻസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് പഠിക്കുന്നുണ്ട്. ആ 5 ഇക്വേഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ചോദ്യങ്ങൾ വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അബ്സോർബൻസിൻ്റെ ഇക്വേഷൻ അറിയായിരിക്കും, പക്ഷേ ട്രാൻസ്മിറ്റൻസിൻ്റെ അറിയത്തില്ലായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു കൺസെപ്റ്റ് അറിയാം. എപ്സിലോൺ ഇൻറ്റു സി ഇൻറ്റു എല്ലാണ്. അതിനകത്ത് നിന്ന് എപ്സിലോൺ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് എല്ലാം അറിയായിരിക്കും. പക്ഷേ ഈ അബ്സോർബൻസ് ട്രാൻസ്മിറ്റൻസ് തമ്മിലുള്ള റിലേഷൻ അറിയത്തില്ല എങ്കിൽ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്ന റിലേഷൻഷിപ്പ് എല്ലാം പരമാവധി കാണാതെ പഠിച്ചു വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനിയും ബാക്കി ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.